ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളി ചെയ്ത് ഉദ്യതനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനം. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു എന്ന് മാലാഖി എഴുതിയ പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവൻ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും എന്ന് പറയുന്നു. സമാനമായ ചിന്ത യെശയ്യാ പ്രവാചകനും വെളിപ്പെടുത്തുന്നുണ്ട്. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 21-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ് ഇവിടെ ചിന്തയിൽ വരുന്നത്. ഒന്നാമത്തേത്, നാം എങ്ങനെ സ്വന്തം ജനം ആയിത്തീർന്നു. ഇസ്രായേലിനേക്കാൾ ക്രിസ്തീയ സഭയ്ക്കാണ് സ്വന്തം ജനം നിക്ഷേപം എന്ന സംജ്ഞ യോജിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം 28-ാം വാക്യം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറഞ്ഞിരിക്കുന്നത്: നിങ്ങളെ തന്നെയും താൻ സ്വന്തം ജനത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പത്രോസ് ശ്ലീഹ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിനെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ഉം 19-ലും എന്താണ് പറയുന്നത് നോക്കാം. വ്യർത്ഥവും പാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. സങ്കീർത്തനക്കാരൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 135-ാം സങ്കീർത്തനം 4-ാം വാക്യം: യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തന്റെ നിക്ഷേപമായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മാമോദീസായുടെ മുദ്രയാൽ നമ്മെ സ്വന്തം ജനമാക്കി എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പൗലോസ് ശ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം നമുക്കിവിടെ പറയുവാനുള്ളത്, ദൈവത്തിന്റെ വാത്സല്യ ഭാജനം. പൗലോസ് ശ്ലീഹ പറയുന്നു, യേശു സഭയെ തന്റെ മണവാട്ടിയായി ചിത്രീകരിച്ചിരിക്കുമ്പോൾ തന്റെ ജനത്തിനു വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആ കാൽവറി കുരിശിന്റെ ചുവട്ടിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാൻ നമ്മെ ദൈവം പഠിപ്പിച്ചു. നാം അതിനെ അനുകരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും, യാതൊരു സംശയവുമില്ല. പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ ഗബ്രിയേൽ മാലാഖ നമുക്ക് തന്നിരിക്കുന്നതായ സന്ദേശം എന്താണ്? നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഹാബേലിന്റെ ബലിയെ സ്വീകരിച്ചതായി നാം അവിടെ കാണുന്നു. ലോത്തിനെയും ഭാര്യയെയും 2 പെൺമക്കളെയും സൊദോം ഗൊമോറയിൽ നിന്നും രക്ഷിക്കുന്നതായി നാം കാണുന്നു. ഹാഗാറിനോട് അവൾ തിരികെ സാറായുടെ അടുത്തേക്ക് മടങ്ങുവാൻ പറയുന്നു. 4-മത്, മരുഭൂമിയിൽ പിന്നീട് അവളുടെ കുഞ്ഞിന് വെള്ളം പ്രദാനം ചെയ്യുന്നതായി നാം കാണുന്നു. യാക്കോബുമായി മല്ലിടുന്നതായി നാം കാണുന്നു. മോശയുമായുള്ള സംസർഗം നാം കാണുന്നു. യഹൂദ ഇസ്രായേൽ രാജാക്കന്മാരെ തൻ്റെ പ്രവാചകന്മാരാൽ നയിക്കുന്നത് നാം കാണുന്നു. വലിയവനെ ഇല്ലാതാക്കുന്നവനും ചെറിയവനെ രാജാവാക്കുന്നവനുമായി ദൈവത്തെയാണ് പിന്നീട് നാം കാണുന്നത്. അവനെയാണ് നാം സേവിക്കുന്നത്. ഉദാഹരണം ശൗൽ ആൻഡ് ദാവീദ്. അങ്ങനെ അനേകം ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവിൽ
നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. അതിനായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പുതുപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവമേ, നിന്റെ ജനത്തെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ ഓർക്കരുതേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ സഭകളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയെ കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. ദാസിദാസന്മാരായ ഞങ്ങളെ നീ പരിപാലിക്കണമേ. ഞങ്ങളെ എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നണമേ. ഞങ്ങളുടെ ഈ എളിയ പ്രാർത്ഥന അനന്യാവെ, ആശ്ചര്യാവെ, മീശായേൽ, ദാനിയേൽ എന്നീ പൈതങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിച്ചതുപോലെ നീ കൈക്കൊള്ളണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമേൻ. ഒരു ലൈൻ പാട്ട് പാടാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ചേ, അവൻ വഴികളെ ഞാൻ അറിഞ്ഞേ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. ഇങ്ങനെയുള്ള ഓരോ ഭക്തിഗാനങ്ങൾ വാഗൊണ്ടല്ല പാടേണ്ടത്, പക്ഷേ പിന്നെയോ ഹൃദയം കൊണ്ട് നമ്മൾ പാടുന്നുവെങ്കിൽ ദൈവം നമ്മളുടെ പ്രാർത്ഥന, ഈ യാചനകൾ സ്വീകരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.